പ്രിയമുള്ളവരെ, നാട്ടുകാരായാൽ ഇങ്ങനെ വേണം എന്ന് പറയുന്നതിനെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വീഡിയോ കാഴ്ചയുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ കടന്നു വന്നിട്ടുള്ളത്. തങ്ങളുടെ നാട്ടിലെ തങ്ങളുടെ സുഹൃബന്ധങ്ങളിലെ 2 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുകയാണ്. ആ നാട്ടിലെ ആ ഗ്രാമത്തിലെ യുവാക്കളും പ്രായം ചെന്നവരും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രവാസി സുഹൃത്തുക്കളുടെ പങ്ക് ചെറുതല്ല വലുതാണ്. പ്രത്യേകിച്ച് നന്മയുള്ള വാർത്തകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ഈ വീഡിയോ നല്ലൊരു വിരുന്നായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ വീഡിയോയിലേക്ക് കടക്കാൻ പോവുകയാണ്. പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധിയാണല്ലേ 9-ാം വാർഡ്, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ ഷഹർബാൻ ഇസ്മായിൽ. ഓക്കെ, ഇവിടെ ഒരു സാധാരണ നമ്മൾ കാണലെന്നറിയോ, വീടുകൾ പുതിയത് നിർമ്മിക്കലാണ്. ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ നെട്ടിപ്പോയി, ഉള്ള വീട് പൊളിക്കുകയാണോന്നില്ല. ഞാൻ പൊളിച്ചിട്ട് പുതിയ ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിലേക്കുള്ള ഫണ്ട് നിങ്ങൾ എല്ലാവരും കൂടി സമാഹരിക്കണം, നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് സമാഹരിക്കും. പിന്നെ ഇങ്ങോട്ടുള്ള റോഡിൻ്റെ സൗകര്യക്കുറവ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടിൽ സഹായിച്ച് സ്ഥലങ്ങളൊക്കെ വിട്ടു തന്ന് ഏകദേശം ഞങ്ങൾ റോഡ് വെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആസ്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കയറി കഴിഞ്ഞു. ഒരു മാസം മുന്നേ ആസ്തിയിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ MLA ഫണ്ട് MP ഫണ്ടൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. കൊടുത്തിട്ടുണ്ട്, നമ്മൾ MLAക്ക് അറിയിച്ചിട്ടുണ്ട്, വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീട് ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് കംപ്ലീറ്റ് പൊളിച്ച് ഒഴിവാക്കിയിട്ട് ടെറസിന്റെ വീടായിട്ട് ഉപയോഗിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ഞാൻ ആ വീട് കണ്ട് വളരെ ദയനീയാണല്ലേ. വർഷങ്ങൾക്ക് മുമ്പേ ഈ കുടുംബത്തിന്റെ പേര് നമ്മളെ പബ്ലിക് കൊണ്ടുവരുന്നതിന് അർത്ഥമില്ല. എങ്കിലും ആ വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതുവരെ? 3 പേര്. പ്രായമുള്ള ആളുകളാണോ? ഒരു മകനേ ഉള്ളൂ. ആ അതെ. അപ്പോൾ ഈ മകൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും പഴയ വീട് പൊളിച്ച് പുതിയ ഒരു വീടുണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. എന്തുകൊണ്ടും നല്ല കാര്യം. അപ്പോൾ ജാഫർ ഭായ്, എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയും കൂടിയായിരുന്നു. പൊതുവെ എനിക്ക് ഇങ്ങനത്തെ വാർത്തകളൊക്കെ സമൂഹത്തിൽ കൂടുതൽ കൊണ്ടുവരാൻ വലിയ താല്പര്യമുള്ള ആളാണ്. എന്തോ അങ്ങനെ അറിയില്ല. എന്തായാലും എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ മാനസികമായിട്ട്? വളരെ സന്തോഷമുണ്ട്. ഈ വിഷയം മെമ്പറുടെ അടുത്ത് ഈ ആവശ്യം പറഞ്ഞ സമയത്ത് മെമ്പർ ഞങ്ങളോട് പറയുകയും ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ഇത് സ്ഥലം സന്ദർശിക്കുകയും വീടിന്റെ അവസ്ഥ വളരെ ശോചനീയമാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെമ്പറുടെ ഹസ്ബൻഡ് ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ നമ്മൾ കേൾക്കുന്ന കുറച്ച് ആളുകളെ കണ്ട്, അതുപോലെ നാട്ടിലെയും ഇവിടെ നമ്മളൊരു ടീം വർക്കായിട്ട് മെമ്പർ കൂടെ സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. അൽഹംദുലില്ലാഹ്, നമ്മൾ വിചാരിച്ചതിലും അതിന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും വളരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു ഫണ്ട് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം പരിമിതി, നിലവിലെ വീട് പൊളിക്കാതെ അവിടെ പുതിയ വീട് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വീട് പൊളിക്കാം എന്നുള്ളത് എഞ്ചിനീയർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ പൊളിക്കുന്ന കാര്യം തന്നെ എല്ലാ കുട്ടികളും എല്ലാവരും പറഞ്ഞ് അത് നമ്മൾ പുറത്തൊരാൾ വെക്കണ്ട, എല്ലാവരും കൂടി ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സജീവമായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈറ്റുകാട് അതുപോലെ തൊട്ടടുത്ത പ്രായമായ ആളുകൾ വരെ ഇതിന് സപ്പോർട്ടായിട്ട് വളരെ അധികം ഇതിന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ട്. തൊട്ടടുത്ത വാർഡ് മെമ്പറാണ് രാമേട്ടനെ, പിന്നെ വിജയ്, ഇവരെല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന മുമ്പ് ഞാൻ ചില കാര്യങ്ങളാണ് പറയാം. നിങ്ങളെ ഈ 9-ാം വാർഡിന് തണ്ണീർച്ചാല് വളരെ കുറഞ്ഞ ഭാഗം ഞാൻ കൂടുതൽ ഇടപെടാൻ എനിക്ക് ചില അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു പക്ഷേ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പോലും സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ഒത്തൊരുമിക്കുന്ന, ഇങ്ങനെ സംഘടിക്കുന്ന മറ്റൊരു ഏരിയ കണ്ടിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെ ഐക്യം ഭയങ്കരമാണ്, നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെ നമുക്ക് ഒരുപാട് ബാക്കപ്പ് തരാൻ ആളുകളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആകർഷകരായിട്ട് കുറേ ആളുകൾ വരും. പക്ഷേ കല്ലിങ്ങലെ സമയത്തോളം പറയുമ്പോൾ നിങ്ങളെ ഏരിയനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇടയില്ല. അപ്പോൾ പിന്നെ അത് നിങ്ങളെ കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വീട് പൊളിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകളെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കരുത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ശരിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ. അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ. അതെല്ലായിടത്തും കിട്ടൂല. അതെ. പക്ഷെ നമുക്ക് എല്ലാവരും നമുക്ക് സപ്പോർട്ടാ തരുന്നത്. നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിക്കിട്ട് പറഞ്ഞപ്പോ എല്ലാവരും, കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ ഞങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. തൊട്ടടുത്ത വാർഡും കൂടെ ഉള്ള 11-ാം വാർഡ് അല്ലേ രാമേട്ടാ? എന്താണ് നിങ്ങളെ തൊട്ടടുത്തായി നടക്കുന്ന ഈ പരിപാടി? ഇതിലെ നിങ്ങളെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ അതുപോലെ തന്നെ പ്രവാസികളൊക്കെ ആയിട്ടുള്ള ഒട്ടേറെ ആളുകളുടെ കാരുണ്യം കൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിന്
ഒരു അന്തസ്സുള്ള വീട് ഇവിടെ ഒരുങ്ങുകയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ 9-ാം വാർഡിലെ മെമ്പർ, പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ഷെർബാനുവിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ സഹായിക്കാൻ മരക്കാരും അതുപോലെ തന്നെ ജാഫറും ഉൾപ്പെടെയുള്ള ഒട്ടേറെ സുമനസ്സുകളായ പൊതുപ്രവർത്തകരുടെ വലിയൊരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടു വരികയാണ്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ ധാരാളം ആളുകളാണ് സഹായവുമായി കടന്നു വന്നത്. അതൊരു പക്ഷേ നമ്മുടെ മലപ്പുറത്തിൻ്റെ കൽപ്പകഞ്ചേരിയുടെ ഒക്കെ ഒരു വലിയ സവിശേഷതയാണ്. ഒരു സാധാരണക്കാരുടെ, ഒരു പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യാനും ആ ഉദ്ദേശിച്ച കാര്യം ലക്ഷ്യത്തിലെത്തിക്കാനും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ കാണിക്കുന്ന ഒരു ജാഗ്രത, അത് വളരെ വലുതാണ്. ആ ജാഗ്രത തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പ്ലാൻ ആയിട്ടുണ്ട്, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിനെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഇത്രയധികം ചെറുപ്പക്കാർ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ തുടർ പ്രവർത്തനത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇതൊക്കെ എന്തായാലും സർവശക്തൻ്റെ അനുഗ്രഹത്തോടു കൂടി സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്.